എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും 4,27,2020 പേര് എഴുതിയ എക്സാമിന്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേതുമല്ല, SSLC എക്സാമിന്റെ റിസൾട്ടാണ്. 99.5% വിദ്യാർത്ഥികളും വിജയിച്ചു. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കും അവരെ സഹായിച്ച് സഹകരിച്ച് വന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും, അതുപോലെ തന്നെ ഇതിനെല്ലാം അപ്പുറം അവർക്ക് വേണ്ടി അഹോരാത്രം ഹോംവർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പാരന്റ്സിനും വിജയാശംസകൾ അറിയിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയും ഇപ്പോൾ റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഒപ്പം അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ആസ്പിറന്റ് അക്കാദമി കഴിഞ്ഞ 10 വർഷങ്ങളായി ട്യൂഷന്റെ മേഖലയിലുണ്ട്. അതിൽ നമുക്ക് തുടർച്ചയായ 10ാം വർഷവും 100% വിജയം കൈവരിച്ചു. അതിനെല്ലാം അപ്പുറം ഫുൾ A+ കിട്ടിയ കുട്ടികളോടൊപ്പം തന്നെ നമ്മളൊരു പ്രത്യേക ഒരു മോട്ടോ ഉണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടുമ്പോഴല്ല അവർക്കൊരു വിജയം കൈവരിക്കാൻ പറ്റുന്നത്. അതിനെല്ലാം അപ്പുറം ഒരു വിദ്യാർത്ഥിക്ക് 50% അതിന്റെ കൂടെ ഒരു 60%ത്തിലേക്ക് ഒരു 10% മുന്നോട്ട് കയറി വരാൻ അവർക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിലും അതും അവരുടെ ഒരു തിളക്കമാർന്ന വിജയമാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാർത്ഥികളും അതുപോലെ അവരുടെ രക്ഷിതാക്കളും വെരി മച്ച് ഹാപ്പിയാണ്. അതിൽ അറിഞ്ഞതിലും പറഞ്ഞതിലും വളരെയധികം സന്തോഷവും അവർക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കുകയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുള്ളത് 10 A+ കിട്ടിയ ആളുകളായിരുന്നു. അതിനെല്ലാം അപ്പുറം 65% കൈവരിച്ച, അല്ലെങ്കിൽ 65% മുതൽ 70% കൈവരിച്ച ഒരു 4 പേരുടെ കോളുകളോട് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം, അവർ പഠിച്ചിരുന്ന സ്കൂളുകളിൽ നിന്ന് ലാസ്റ്റ് ഒരു ജനുവരി ആയപ്പോഴേക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തോൽക്കാൻ പോവുകയാണ്, കുട്ടികൾ തോൽക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ നന്നായി വർക്ക് ചെയ്യിപ്പിച്ച് ചെയ്യണം. ഞങ്ങൾ സ്കൂളുകൾക്ക് അതൊരു പേരുകളിലേക്ക് 100% കുറഞ്ഞു പോകരുത്, നിങ്ങളെ മക്കൾ നിങ്ങൾ നന്നായി നോക്കണം, ഇനി അവർ സ്കൂളിലേക്ക് വന്നിട്ടില്ലെങ്കിലും പ്രയാസമില്ല, അവരെ നന്നായി പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട കുറച്ച് കുട്ടികളെ ഞാൻ പഠിപ്പിക്കാണ്ടായിരുന്നു. ആ 4ഓളം വിദ്യാർത്ഥികളുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ അമ്മമാരൊക്കെ എനിക്ക് വിളിച്ചപ്പോൾ അതെനിക്ക് അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 10 A+ മേടിച്ചോ തുല്യമായ സന്തോഷം എനിക്ക് അവരിൽ നിന്ന് കാണാൻ കഴിയും. കാരണം ഒരു സമയത്ത് ഈ ഒരു വാക്ക് കേട്ട് കുട്ടികൾ ഡൗൺ ആയപ്പോൾ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ എടുക്കാൻ പറ്റില്ല, കാരണം അവരുടെ 100% വിജയ ശതമാനങ്ങൾ കുറഞ്ഞു പോകും എന്ന് പേടിച്ചപ്പോൾ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന നിലയ്ക്ക് എനിക്ക് അവരെ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവർ ചെറിയ പാലിച്ചിട്ടുണ്ടായിരുന്ന ശീലങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പാരന്റ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എനിക്കൊരു പ്രോപ്പർ ഒരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ ഒരു എനർജി വളരെ വലുതാണെന്നുള്ളത് ഈ റിസൾട്ടിൽ എനിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ മറന്ന് അല്ലെങ്കിൽ അവരെ ആഗ്രഹിച്ചതിൽ അപ്പുറത്തൊരു വിജയ ശതമാനത്തിൽ എത്തിയ ഒരു സന്തോഷത്തിലാണ് ചില ആളുകൾ നേരിട്ടും ചില ആളുകൾ ഫോണിലൂടെ എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. വൈകുന്നേരങ്ങളിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കോളുകൾ കുറച്ച് വിചിത്രമായിരുന്നു. അതായത് അതിലൊരു പാരന്റിന്റെ കൺസേൺ ആണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതായത് എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് എൻ്റെ മകനും സയൻസ് വിഷയം എടുക്കണം, പക്ഷെ അവൻ പറയുന്നത് കൊമേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് സാറ് ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊമേഴ്സ് എന്നുള്ളത് മാറ്റി സയൻസിലേക്ക് എത്തിക്കണം. ഇതായിരുന്നു ഒരു പാരന്റിന്റെ, കുറെ കോളുകൾ വന്നിട്ടുള്ള ഒരു പാരന്റിന്റെ ആവശ്യം. രണ്ടാമത്തെ പാരന്റിന്റെ ആവശ്യം, എൻ്റെ വീട്ടിലെ ഒരു CA കാരനുണ്ട്, അതായത് സ്വന്തം ജ്യേഷ്ഠൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ അനിയനും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷെ ആൾ എടുക്കാൻ പോകുന്ന ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ അത് സാറ് പറഞ്ഞ് മനസ്സിലാക്കി, ഇതേപോലെ തന്നെ സാർ ഒരു കൊട്ടേഷൻ തരുന്ന പോലെ സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരൊന്ന് ക്ലിയർ ചെയ്ത് തന്നു. വേറൊരു പാരന്റിന്റെ ആവശ്യം അതിലും വിചിത്രമായിരുന്നു. എൻ്റെ മകന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കൂൾ ഏതാണെങ്കിലും പറഞ്ഞു തരണം, അത് എത്ര പൈസ ചെലവായാലും പ്രശ്നമില്ല, പൈസ ഏറ്റവും കൂടുതൽ കൊടുത്താലും പ്രശ്നമില്ല, അതൊന്ന് പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ തരത്തിലുള്ള കോളുകൾ എനിക്ക് വന്നിരുന്നു. ഒന്ന്, പാരന്റ്സ് ഉദ്ദേശിക്കുന്ന കോഴ്സ് അല്ല മകൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മകൾ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മകനോ മകളോ വിദ്യാർത്ഥികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ സാറ്റിസ്ഫാക്ഷൻ പാരന്റ്സിന് കാണുന്നില്ല. കാരണം പാരന്റ്സ് കേട്ടതും പറഞ്ഞതും അറിഞ്ഞതുമായ കുറച്ച് അവരുടെ ബ്രെയിനിലുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കുറച്ച് കോഴ്സുകൾ എൻ്റെ മകനോ മകളോ എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പോയിലാവും എന്നുള്ള ഒരു പ്രിജുഡൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുൻവിചാരത്തോടു കൂടി ഇരിക്കുന്ന കുറെ പാരന്റ്സുകളുണ്ട്. ആ പാരന്റ്സിന്റെ അടുത്തും അതുപോലെ തന്നെ ഒരു ബെറ്റർ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 2 വാക്കുകളുണ്ട്. നിങ്ങൾ ചാൻസും ചോയ്സും കേട്ടിട്ടുണ്ടാവും. ചാൻസ് ആവരുത് നമ്മളുടെ ലൈഫ്, ചോയ്സ് ആയിരിക്കണം. ചാൻസ് ആവരുത് നമ്മളെ കരിയർ, ചോയ്സ് ആയിരിക്കണം. ചാൻസ് ആവരുത് നമ്മളെ കോഴ്സ്, ചോയ്സ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചാൻസുകളിലേക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങരുത്. പ്രധാനമായിട്ടും ഒന്നാമത്തെ വിദ്യാർത്ഥി ഒരു സ്വഭാവം അനുസരിച്ച് അവരൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അവരുടെ എക്സ്പെക്ടേഷനിൽ അവർക്ക് വേണ്ടത് ഒരു സിവിൽ സർവീസ് ജോബ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്സോ ഫൈൻ ആർട്സോ ആയിട്ടുള്ള കോഴ്സുകളായിരിക്കാം അവരുടെ ആവശ്യം. അതിനുവേണ്ടി അവർ കൊമേഴ്സ് എടുത്ത് പഠിക്കണം എന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം
അവർ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഒന്ന് നമ്മുടെ മക്കളെടുത്ത് ഓപ്പൺ ആയിട്ട് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവും. അതല്ലാതെ അതിലും നിങ്ങൾക്ക് ചോയ്സസ് 2-3 വരികയാണെങ്കിൽ അത് നല്ല ചോയ്സ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് ഇപ്പോൾ ഉള്ള പുതിയ സംവിധാനം അനുസരിച്ച് സൈക്കോമെട്രിക് ടെസ്റ്റുകളോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളോ മെന്ററിങ്ങോ ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു +1 അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു 10-30 സ്കൂളുകൾ അല്ലെങ്കിൽ 30 ചോയ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ് 30 സ്കൂളുകളുടെ പട്ടിക ഒരു കാരണവശാലും നമ്മളൊരു കോമൺ കമ്പ്യൂട്ടർ സിസ്റ്റം ഉള്ള സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ സെന്ററുകളിൽ പോയി ജനസേവന കേന്ദ്രങ്ങളിൽ പോയി അവരുടെ അടുത്ത് ഒരു 30 ഓപ്ഷൻസ് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ അറിവിൽ അവർ എഴുതി വെച്ചിട്ടുള്ള ചാർട്ട് അനുസരിച്ചിട്ടാണ് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ആ ആഗ്രഹമുള്ള രീതിയിലുള്ള സ്കൂളുകൾ ഫസ്റ്റ് കൊടുത്ത് അതിലേക്ക് നിങ്ങളുടെ ചോയ്സ് ഏതാണോ അതിലേക്ക് നിങ്ങൾ മുന്നേറുക. ഒരു കാരണവശാലും നമ്മളെ ബ്രദർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ പാരന്റ്സ് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ കരിയർ മാറ്റി വെക്കരുത്. ഇനി രക്ഷിതാക്കളുടെ അടുത്ത് ഇതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മളെ മക്കൾക്ക് ഒരു ബെറ്റർ ലൈഫ് അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് ഗൈഡ് ചെയ്യുക. അപ്പൊ അവർ എന്തിനാണ് ഈ ഒരു കോഴ്സ് മാറ്റിയിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുന്നത് എന്നുള്ളത് അവരുടെ അടുത്ത് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. അതല്ല അവരുടെ ഫ്രണ്ട്സിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഇന്ന കോഴ്സിനേക്ക് ചാൻസ് വെച്ച് പോകുന്നു, അപ്പൊ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് പറയുന്നത് അനുസരിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. കാരണം ഒരു ഫ്രണ്ടിന്റെ ബേസിലുള്ള കരിയർ ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് എത്തിപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ബെറ്റർ ചോയ്സ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും ഒരു ചാൻസിലേക്ക് പറയരുത്. കാരണം ഒരു പക്ഷെ നിങ്ങൾ പറയാണ് നീ കൊമേഴ്സ് എടുക്കേണ്ട സയൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവരിലേക്ക് വിടുമ്പോൾ അവർ ആ സയൻസ് എടുത്ത് അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അവർക്ക് നല്ലൊരു റിസൾട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമയത്ത് നമ്മളെ പഴിച്ചാരി പറയുക തന്നെ ചെയ്യും. അപ്പോൾ നല്ലൊരു ബെറ്റർ ചോയ്സ് ഉണ്ടാവട്ടെ, അവരെല്ലാവരുടെ ജീവിതത്തിലും നല്ലൊരു കരിയർ ഫ്യൂച്ചറിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഇന്ന് മിക്ക രക്ഷിതാക്കളും പറയുന്ന ഒരു വചനമാണ്, ഞാനോ കഷ്ടപ്പെട്ടു എന്റെ മക്കൾ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കാം. അപ്പോൾ നല്ല പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ മോശമാണെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവർക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും പോയി കണ്ടറിഞ്ഞ് പാരന്റ്സ് ടീച്ചേഴ്സായിട്ട് സംവാദം നടത്തി കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് കൂടെ ആക്സസ് ഉള്ള സ്കൂളുകളിൽ പോയി, അതിന് പ്രൈവറ്റ് ആണെങ്കിൽ ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നുന്നെങ്കിൽ അവിടെ അഡ്മിഷൻസ് എടുത്ത് ചെയ്യുക. അതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന സ്കൂളാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് എങ്കിൽ ഒരു പക്ഷെ നമുക്ക് നമ്മളെ മക്കളെ അറിയാനോ അല്ലെങ്കിൽ അവരുടെ പുരോഗതികൾ നേരിട്ട് മനസ്സിലാക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഒരു കാരണവശാലും ചാൻസസുകൾ എടുക്കരുത്. അതായത് എന്റെ മകന്റെയോ അല്ലെങ്കിൽ എന്റെ മകളുടെയോ പോലെ ആവില്ല എന്റെ സ്വന്തം ബ്രദറിന്റെ മകളോ മകനോ. അതുപോലെ തന്നെയാണ് നിങ്ങളെ ഫ്രണ്ട്സിന്റെ മക്കളെ പോലെ ആവില്ല നിങ്ങളെ മക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത ആളെ പോലെ ആവില്ല രണ്ടാമത്തെ ആൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളെ പോലെ ആവില്ല മൂന്നാമത്തെ ആൾ. ഓരോ ആളുകൾക്കും പ്രത്യേകമായ ക്രിയേച്ചർ ഉണ്ടായിരിക്കാം, അവരുടെ ഓരോ അംബിഷൻസ് ഉണ്ടായിരിക്കാം. അവർ അംബിഷൻസ് നല്ല രീതിയിലേക്കാണെങ്കിൽ നിങ്ങൾ അതിന് മുന്നേറുക, അതിനൊരു ബെറ്റർ ചോയ്സ് നിങ്ങൾ കൊടുക്കുക, അവരുടെ കരിയർ മെച്ചപ്പെടുത്തുക. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. എനിക്ക് 2 കാര്യങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. ഒന്ന്, 4000-ഓളം വിദ്യാർത്ഥികൾ SSLC എക്സാമിൽ പാസ്സാവാതെ ഫെയിൽ ആയവരുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഫ്രീ ആയിട്ട് തന്നെ, അതായത് പഠിക്കാൻ അവർക്ക് കഴിവ് ഇല്ലാത്തതോ അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോ ഉണ്ട് എങ്കിൽ, അവരിന് ഏത് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ അവർക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ സൗജന്യമായിട്ട് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്റെ ടീം ആസ്പിറന്റ് അക്കാദമിയിലത്തെ ടീം തയ്യാറാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമതായിട്ട്, ഫ്യൂച്ചറിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വിജയ ശതമാനം നല്ല ഉയർന്ന ശതമാനത്തിൽ തന്നെ എത്തി അല്ലെങ്കിൽ വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ടെസ്റ്റുകളും കൗൺസിലിംഗും കൊടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ അവരും നമുക്ക് സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു ബെറ്റർ ചോയ്സ് കൊടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ആ 2 ഫെസിലിറ്റിയും നമ്മൾ ആസ്പിറന്റ് അക്കാദമിയിൽ ഒരുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ ഡയറക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.